നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോമീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീഭദ്ര ആസ്ട്രോമീഡിയ യൂട്യൂബ് ചാനൽ വഴി എല്ലാ ദിവസത്തെയും പഞ്ചാംഗ വിവരങ്ങളും നക്ഷത്രഫലവും ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നാളത്തെ പഞ്ചാംഗ വിവരങ്ങളും നക്ഷത്രഫലങ്ങളുമാണ് പറയുവാൻ പോകുന്നത്. നാളെ 23 സെപ്റ്റംബർ 2024 തിങ്കളാഴ്ച ദിവസം. മലയാള മാസം കന്നി 7 1200 ആണ്ട്. നാളെ രാത്രി 10-12 വരെ രോഹിണി നക്ഷത്രവും ശേഷം മകേര നക്ഷത്രവുമാണ്. നാളത്തെ തിഥി കൃഷ്ണ ഷഷ്ഠി തിഥിയാണ്. ഉച്ചയ്ക്ക് 1:56 വരെ, ശേഷം സപ്തമി തിഥി. നാളത്തെ രാഹുകാലം രാവിലെ 7:45 മുതൽ 9:15 വരെയാണ്. നാളത്തെ അഭിജിത്ത് മുഹൂർത്തം 11:53 മുതൽ 12:42 വരെയാണ് ഉച്ചയ്ക്ക്. മേടം രാശിക്കൂറിൽ പിറന്നവരുടെ നാളത്തെ നക്ഷത്രഫലം. ഈശ്വരാനുഗ്രഹങ്ങളാൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാകും. കൂടാതെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസവുമാണ്. മുൻ ദിനങ്ങളിലെ കഠിന പ്രവർത്തനങ്ങളുടെ ഫലവും സഫലമാകും. ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുന്നത് ജീവിത പങ്കാളിയെ അസ്വസ്ഥനാക്കും. ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. സാമ്പത്തികം മെച്ചപ്പെടും. ഭാര്യ നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമുണ്ടാകും. മത്സരങ്ങൾ വരുന്നതനുസരിച്ച് ജോലി കാര്യങ്ങളിൽ തിരക്കുണ്ടാവും. മിഥുനം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. മനസ്സിന് സംതൃപ്തി നൽകുന്ന ഏതെങ്കിലും ധർമ്മപ്രവൃത്തിയിലോ ധനസഹായത്തിലോ നിങ്ങൾ ഏർപ്പെടും. അടുത്ത ബന്ധുക്കളുടെ വീട് സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കും. കർക്കിടകം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. ധനസ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാകും. നിങ്ങളുടെ പ്രണയം പുതിയ ഉയരങ്ങളിലെത്തപ്പെടും. പ്രതീക്ഷിക്കാത്ത ലാഭം കിട്ടും. ചിങ്ങം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. പണം സ്വരൂപിക്കുന്നതിലും ലാഭിക്കുന്നതിനുമുള്ള കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. പുരോഗതിക്ക് ചില തടസ്സങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്നതിനുള്ള ഫലം കിട്ടുന്നതിന് കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വരും. ബന്ധുസഹായമുണ്ടാകും. നിങ്ങളുടെ കലാപരവും ക്രിയാത്മകവുമായ കഴിവ് അഭിനന്ദിക്കപ്പെടുക മാത്രമല്ല, അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. തുലാം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. തുലാം രാശിക്കൂറ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതാണ് ജന്മരാശിക്കൂറ്. അപ്പോൾ ആ ജന്മരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പോൾ തുലാം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. രാശിക്കൂറിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിന് മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടത് മനസ്സിലാക്കണം. അപ്പോൾ ജന്മരാശിക്കൂറ് എന്താണെന്ന് മനസ്സിലാവും. അതിൽ വരുന്ന നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ തുലാം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രഫലമാണ് ഇനി പറയുന്നത്. നാളെ അനുകൂലമായ ദിവസമാണ്. രോഗത്തിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കും. ബിസിനസ്സുകാർ അവരുടെ പണം വളരെ ശ്രദ്ധാപൂർവം നിക്ഷേപിക്കും. കോപം അതിക്രമിക്കുന്നത് ഒഴിവാക്കുക. വൃശ്ചികം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. നിങ്ങളുടെ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങുക. പ്രണയജീവിതം അല്പം കഠിനമായിരിക്കും. കൂട്ടുസംരംഭത്തിൽ നിന്നും പങ്കാളിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. എല്ലാവർക്കും ചെവി കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. സുഹൃത്തുക്കളുമായി ചെലവഴിക്കുന്ന സമയം നിങ്ങളുടെ ബുദ്ധിവികാസത്തെ ഗുണം ചെയ്യും. ജോലിയിൽ നിങ്ങൾക്ക് അനുമോദനങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നല്ല ഭക്ഷണം ലഭിക്കും. മകരം ജന്മരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം.
പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കാനും നിങ്ങൾക്ക് കഴിയും. കുടുംബത്തിലെ എല്ലാവരുടെയും പിന്തുണ നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ മേലധികാരികൾ എപ്പോഴും കർക്കശമായി ഇടപെടുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് വളരെ നല്ലതായി തോന്നും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അഭാവമുണ്ടാകും. വിധിയെ ആശ്രയിച്ചുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കരുത്. ആരോഗ്യം വീണ്ടെടുക്കാൻ വ്യായാമം ചെയ്യും. മീനം രാശിക്കൂറിലെ നക്ഷത്രങ്ങളുടെ ഫലം. നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി വേവലാതിപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മനോവീര്യം ആത്മവീര്യം കൂട്ടും. നിങ്ങൾ ഗണ്യമായ നേട്ടം കൈവരിക്കും. നിങ്ങളുടെ ഉല്ലാസമായ പ്രകൃതത്താൽ ചുറ്റുമുള്ളവർക്ക് ആനന്ദവും സന്തോഷവും കൊണ്ടുവരും. ചാനലിലൂടെ എല്ലാ ദിവസത്തെയും നക്ഷത്ര ഫലങ്ങളും പഞ്ചാംഗ വിവരങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.